അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കതിൻ്റെ ഡിഗ്രി ചെയ്യാൻ പറ്റി. അങ്ങനെ അഫ്ളൽ ഉലമ എടുക്കാൻ പറ്റി. ഇതിനിടയിൽ പല പല കോഴ്സുകളും ചെയ്യാൻ പറ്റി. ഇതിനെല്ലാം ഒരു മൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു. ഞാൻ പഠിപ്പിസ്റ്റ് അല്ല, എന്ത് വായിച്ചാലും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരാളുമല്ല. പക്ഷേ നിരന്തരമായിട്ടുള്ളൊരു പരിശ്രമം നമുക്കുണ്ടെങ്കിൽ നമുക്കതിൽ എത്തിച്ചേരാൻ പറ്റും. ഇനി എനിക്ക് പറയാനുള്ളത് പല കാരണങ്ങൾ കൊണ്ട് പഠിത്തം നിർത്തിയിട്ടുള്ളവരോടാണ്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് പഠിത്തം നിർത്തിയതാവാം, കുട്ടികളുണ്ടായതിന് ശേഷം പഠിത്തം നിർത്തിയതാവാം, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പഠിത്തം നിർത്തിയതാവാം. ഇനി ഈ ഒരു മിഡിൽ ഏജ് എത്തിയിട്ട് ഇനി എന്തിന് പഠിക്കാൻ, എങ്ങനെ പഠിക്കാൻ എന്നൊക്കെ പല ചോദ്യങ്ങളിൽ നിൽക്കുന്നവരുണ്ടാവാം. എനിക്ക് പഠിക്കാൻ വീണ്ടും റീസ്റ്റാർട്ട്, എൻ്റെ പഠനം വീണ്ടും 35-ാമത്തെ വയസ്സിൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ജോലി ഒഴിവാക്കിയിട്ടായിരുന്നു തുടങ്ങിയത്. പിന്നെ എനിക്കൊരു വരുമാനമില്ല. ആ ജോലി ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്ത് പിന്നെ മാസാമാസം എനിക്കൊരു ക്യാഷ് കിട്ടാനില്ല, ഒരാളും എൻ്റെ ചിലവ് നോക്കാനുമില്ല. പക്ഷേ എനിക്കുണ്ടായിരുന്നൊരു കോൺഫിഡൻസ്, കുറച്ച് പൈസ കൂട്ടി വെച്ചിരുന്നു. ഒരു 2 വർഷം ഒന്ന് കഷ്ടിച്ച് ജീവിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ 2 വർഷത്തെ പ്രിലിമിനറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. എന്നാൽ തുടർച്ചയായിട്ട് അതിനുശേഷം ഒരു 9 വർഷത്തോളം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സാമ്പത്തികമോ ഒന്നും എനിക്ക് ബുദ്ധിമുട്ടായിട്ടില്ല. ഓരോ കാര്യത്തിനും പുതിയ പുതിയ വഴികൾ തുറന്നു. അതുവരെ ഒരു മാസ ശമ്പളക്കാരിയായിരുന്ന എനിക്ക് പിന്നീട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റി. അതിലൂടെ തന്നെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റി. 2 ബുക്സ് എഴുതാൻ പറ്റി. അതിലൂടെയും അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കി. എൻ്റെ പഠന കാര്യങ്ങളെല്ലാം, ആ സമയത്തുള്ള എൻ്റെ ചിലവുകളെല്ലാം എനിക്ക് അതിൽ കഴിച്ചു തീർക്കാൻ പറ്റി. എന്നാൽ ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇനി എൻ്റെ മുന്നിൽ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സല്ല. അത്രയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പ്രായവും കഴിഞ്ഞു, അതിനുള്ളൊരു മനസ്സും ഇല്ല എനിക്കിപ്പോൾ. ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ബിസിനസ്സാണുള്ളത്, ബിസിനസ് മൈൻഡാണുള്ളത്. പക്ഷേ ഞാൻ എന്തിന് പഠിക്കുന്നു, അതെൻ്റെ ആഗ്രഹമാണ്, എൻ്റെ സ്വപ്നമാണ്. ഇനി ഞാൻ പഠിക്കും. എൻ്റെ സ്വപ്നം എനിക്ക് ഇവിടെ പൂർത്തിയായിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം PhD എടുക്കണം. ഡോക്ടർ അസ്മാ നസ്രീൻ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒപ്പുവെക്കാൻ പറ്റണം എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. വലിയ വലിയ കടമ്പകളാണ് അതിനു വേണ്ടിയിട്ട് കടക്കാനുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എനിക്കത് പറ്റും. ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് എൻ്റെ പടച്ചോൻ നടത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും എനിക്ക് എൻ്റെ റബ്ബ് നടത്തി തരുമെന്നുള്ള പൂർണ്ണമായൊരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് എനിക്ക് പഠിക്കാൻ കഴിവില്ല എന്നുള്ളതോ 10ാം ക്ലാസ് ഞാൻ തോറ്റു എന്നുള്ളതോ ഒന്നും ഒരു വിഷയമേ അല്ല. എന്നാൽ നിങ്ങളിൽ പലരും നല്ല പഠിക്കാൻ കഴിവുണ്ടായിട്ട് പഠിത്തം നിർത്തിയവരായിരിക്കും. ഇനിയിപ്പോൾ പഠിച്ചിട്ട് എന്ത് നേടാൻ എന്നൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഒന്നും നേടാനല്ല, പക്ഷെ നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ചു പോയ നമ്മുടെ സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം. പഠിത്തം ഒരിക്കലും ഒരു കുറവല്ല. പുതിയ പുതിയ അറിവുകൾ നേടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പുതിയ സിലബസ്, ചെറിയ കുട്ടികളോടൊപ്പമുള്ള പഠനം, ഇത് നമ്മുടെ ഒരു ഈഗോ ഉണ്ട്. നമുക്ക് ഒരു ഏജ് കഴിയുമ്പോൾ ഞാൻ വലിയ ആളാണ് എന്നുള്ളൊരു ഈഗോ നമ്മളിൽ എല്ലാവരിലും വന്നു ചേരാനുള്ളതാണ്. അത് 90% ആൾക്കാർക്കും അതുണ്ടാവും. പക്ഷെ നമ്മൾ കുട്ടികളോടൊപ്പം പഠിക്കുമ്പോൾ, അവരുടെ മനസ്സറിയുമ്പോൾ ആ ഒരു തലത്തിൽ നിന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും. കുറച്ചും കൂടെ നമുക്ക് സോഫ്റ്റ് ആവാൻ കഴിയും. അതിനേക്കാൾ ഉപരി നമ്മുടെ മക്കളെ കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഇതിനെല്ലാം കഴിയുന്ന ഒരു മാധ്യമമാണ് പഠനം. അത് ഏത് രീതിയിൽ വേണോ പഠിക്കാം. പക്ഷേ എനിക്കിഷ്ടം കോളേജിൽ റെഗുലറായി പോയി തന്നെ പഠിക്കാനാണ്. നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം വീട്ടിലെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമുക്ക് പോവേണ്ടി വരിക. മക്കളെ കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തതിന് ശേഷമാണ് പോകാൻ പറ്റുക. ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് പോകാൻ പറ്റുക. ഈ ഒരു സ്ഥലത്ത് കുറച്ചുകൂടെ കംഫർട്ടാവുന്നത് നമ്മുടെ ഫാമിലി നമുക്ക് സപ്പോർട്ട് തരുമ്പോഴാണ്. എന്നെ സംബന്ധിച്ച് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. എൻ്റെ ഇക്ക, എൻ്റെ മക്കൾ എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുപോലെ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ അധ്യാപകർ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് നേടിയെടുക്കാൻ പറ്റിയത്.
പക്ഷെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പടച്ചോൻ നമുക്ക് വേണ്ടിയിട്ട് അവരെല്ലാം ഒരുക്കി തരും, മാറ്റിത്തരും. അപ്പോൾ പഠനം പകുതിയിൽ ഉപേക്ഷിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, പഠിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് കഴിയണില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വപ്നത്തിനെ മുറുകെ പിടിച്ച് ഇന്നു മുതൽ നിങ്ങൾ നടന്നു തുടങ്ങണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും.